മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ഇഞ്ചിപ്പരിവാക്കിയ പ്രതാപൻ വന്നിട്ട് മോഹിനിയോട് തട്ടിക്കയറുകയാണ് കേട്ടോ. കാരണം മോഹിനിയോടല്ലേ പറയാൻ പറ്റുള്ളൂ. നിനക്കിപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ എന്നിങ്ങനെ മോഹിനിയോട് ചോദിക്കുകയാണ്. അതേസമയം മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി, അമ്മയും മോനും എന്താണെങ്കിൽ ചെയ്തോ എന്നിങ്ങനെ മോഹിനി പറയുകയാണ് കേട്ടോ. ആ മരുമോൻ്റെ കാലൊടിച്ചു ആ മാർക്കോയൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആ മോള് ജയിലിൽ വന്നപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നതാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം മോഹിനി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഈ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാറായില്ലേ എന്ന് ചോദിക്കുന്നത്. മുത്തശ്ശി അതേസമയം പറയുകയാണ്, എടാ വാമദേവൻ്റെ കാലൊന്ന് ഒടിക്കാൻ പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് മോഹിനിയോട് തട്ടിക്കയറുകയാണ് കേട്ടോ, നിന്നെ ഞാൻ എനിക്ക് വയ്യ, അല്ലെങ്കിൽ നിന്നെ അടിച്ച് ശരിയാക്കിയേനെ എന്ന് പറയുമ്പോൾ, നിങ്ങളെന്നെ ഒന്ന് അടിച്ചു നോക്ക്, ആ മാർക്കം നിങ്ങളെ വീണ്ടും ശരിയാക്കിയേനെ, ഒരിക്കലും നിങ്ങൾ നേരാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം മോഹിനി പോവുകയാണ് കേട്ടോ. പിന്നീട് അമ്മയും മോനും കൂടി സംസാരിക്കുകയാണ്, എടാ ആ ഉണ്ണിക്കാണ് നഷ്ടപരിഹാരം വേണം പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ആകെ മൊത്തം അവനിങ്ങനെ ഇരുന്നതിൽ സന്തോഷമാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ ചോദിക്കണം, അമ്മയ്ക്ക് അങ്ങനെ ഇരുന്നതിൽ സന്തോഷമാണ്, അമ്മ എന്തിനാണ് അതൊക്കെ ചെയ്തത്, മോളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ ഒരു പെങ്കൊച്ചിന് എന്തായാലും അവളെങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്, പക്ഷേ അവൻ ഇങ്ങനത്തെ ഒരുത്തവനാണെന്ന് ഞാൻ കരുതിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഭയങ്കര വേദനയും കൊണ്ടിരുന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പ്രതാപം ഇങ്ങനെ കരയാണ്, എനിക്ക് തീരെ വയ്യ എന്നിങ്ങനെ പറഞ്ഞിട്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ വാമദേവൻ പോയിട്ട് സീമന്തിൻ്റെ ഡോറ് തുറക്കുകയാണ്. അതേസമയം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും, എൻ്റെ വീടില്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. സീമന്തിനി ജയിലിൽ പോയിട്ട് ഞാൻ വരുന്ന വഴി ഞങ്ങൾക്ക് കർക്കിടക ചികിത്സയാണ് പറഞ്ഞിട്ടാണ് കിട്ടിയത്, രണ്ടാൾക്കും കിട്ടിയില്ലേ, സന്തോഷമായി, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, ഒന്നുമില്ലെങ്കിലും ആ വിശ്വനാഥൻ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവല്ലേ, നിങ്ങൾ എന്തിനാണ് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നത്, അവരുടെ കൂടെ നല്ല രീതിക്ക് നിന്നതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല കമ്പനിയിൽ നന്നായി ജോലി എടുക്കാമായിരുന്നല്ലോ, നിങ്ങൾ ഇനി കണ്ണൻ ഒരു ചില്ലി പൈസ പോലും മേഘനോ നിങ്ങൾക്കോ തരുന്ന പൈസ തരത്തില്ല, പിന്നെ കേസ് നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പൊട്ട് സ്വർണ്ണവും ഞാൻ തരത്തില്ല, ബാങ്കിൽ വല്ല പൈസയും ഉണ്ടെങ്കിൽ അതെടുത്ത് ചിലവാക്കിക്കോ എന്നിങ്ങനെ പറയണം കേട്ടോ. മോളുടെ കാര്യമാണെങ്കിൽ ഇനി അവനെ കണ്ണൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, സീമന്തിനി നീ എങ്ങനെയെങ്കിലും അവളുടെ കാല് പിടിച്ച് കരയേ എന്ന് പറയണം, എന്നെക്കൊണ്ട് ഇനി അത് പറ്റില്ല, ഇനി പെങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി പറഞ്ഞാൽ ചൂലെടുത്ത് അവൾ അടിക്കും, ദുർഗയാണെങ്കിൽ ആകെ സ്വഭാവം മാറിയിരിക്കുകയാണ്, കണ്ണൻ്റെ കൂടെ മഹാലക്ഷ്മിയുടെ കൂടെയാണ് ഇപ്പോൾ അവൾ കൂടിയിരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ നാണക്കേടും കൊണ്ട് ഒരു കടയിലും കൂടി പോകാൻ പറ്റാതെ ഞങ്ങൾ ഈ വീട്ടിനകത്ത് ഇരിക്കുകയാണ്, അത്രയും നിങ്ങൾ ചെയ്തതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. സീമന്തിൻ്റെ സങ്കടം മുഴുവൻ സീമന്തിനെ അടിച്ച് പറയണം കേട്ടോ, നിങ്ങൾ ആ വിശ്വനെ കൊല്ലാൻ നിൽക്കരുതായിരുന്നു എന്ന് പറയും, ഞാൻ എൻ്റെ മോനെ പോയി കാണട്ടെ എന്ന് പറയണം കേട്ടോ. ആ ശരി, മോനെ പോയി കാണ്, ഒന്നും മിണ്ടാത്ത മോനെ പോയി കണ്ടു കഴിഞ്ഞാൽ മോൻ ഉത്തരം തരുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് വാമദേവൻ മേഘനാഥനെ കാണാൻ വന്നിട്ട് പറയണം, മോനെ അവൻ നടന്നു മോനെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ എപ്പോഴും അറിഞ്ഞു എന്ന് സീമന്തിരി പറയണം. പിന്നീട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ അവൻ നേരത്തെ നടന്ന കാര്യം അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മേഘം തലയാട്ടുകയാണ് കേട്ടോ. ആ അന്നത്തെ ഇതിൽ വേണ്ടിയിട്ട് അവനാണ് നിന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും അറിയില്ല, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛനും മോനും കൂടി ഈ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. സോദി ഒരു ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയിരിക്കുകയാണ് ടീച്ചറായിട്ട്, ഇനി ഞാനും കൂടി ജോലിക്ക് പോകാം, വല്ല അടുക്കള പണിയും ചെയ്യാൻ പോകാം, അല്ലാതെ ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം സീമന്തിന് നല്ല പോലെ തന്നെ അവരോട് പറയേണ്ടത്, സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് സീമന്തിന് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിന്നീട് സീമന്തിനി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് വാമദേവൻ മേഘനോട് പറയാണ്, മോനെ ഇങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും, നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇനി എന്ത് ചെയ്യും, അന്ന് ആ ലോറി ഇടിക്കുന്ന സമയത്ത് കൂടെ തന്നെ ആ കണ്ണനെയും ഇടിച്ച് കൊല്ലണമായിരുന്നു, എങ്കിൽ ആ കണ്ണൻ ജീവിച്ചിരിക്കില്ല, ഈ മഹാലക്ഷ്മിയും കല്യാണം കഴിക്കില്ലായിരുന്നു, എന്തിനു പറയണം, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ശരീരം അങ്ങനെ പിച്ച് ചീന്തിയിരിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല മോനെ, വേദന കൊണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം മാർക്കോയും ആ ദിവ്യശക്തിയുള്ള അമ്മയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് ആണ് എനിക്ക് പേടി എന്ന് മാർക്കോ പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, ആ മോൾക്ക് ഒന്നും പറ്റില്ല, അവളുടെ വളർച്ചയെ
വാശിയെക്കുറിച്ചോ ഒന്നും പറ്റില്ല. പക്ഷേ അവൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് ദൈവീക ശക്തിയുള്ള ഒരു പുരുഷൻ വരണം, ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ദാമ്പത്യം ശരിയാവില്ല എന്ന് പറയണ്. പിന്നെ അവൾക്ക് വിഷമല്ല എന്ത് കൊടുത്തെങ്കിലും അവളുടെ ദേഹത്ത് അത് ഒന്നും ഏൽക്കില്ല. അത്രയും ദിവ്യശക്തിയുള്ള പെൺകുട്ടിയാണ് അവൾ. ഇനി അവർക്ക് തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ആ മോൾക്കാണ് ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം. അതേപോലെ തന്നെയാണ് മോഹിനി നല്ലൊരു അമ്മയാണ്. അതുകൊണ്ടാണ് മഹാലക്ഷ്മിയും അങ്ങനെ ആയത്. കണ്ണൻ്റെ അച്ഛനും അതേപോലെ തന്നെയാണ്. അങ്ങനെ നല്ല ജന്മങ്ങൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്തായാലും ശരി, മോൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവളെ ആരെന്ത് ചെയ്താലും അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മാർക്കോയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം അനന്തുവിൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് ആഘോഷം നടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ടടാ, ഒരുപാട് ആഘോഷമൊന്നും വേണ്ട, നമ്മൾ കുറച്ച് പേരെയല്ലേ വിളിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നു, അത് സാരമില്ല, ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നതല്ലടാ കുഞ്ഞിൻ്റെ പിറന്നാളും നൂലുകെട്ടുമൊക്കെ, അപ്പം നമുക്ക് ആഘോഷിക്കണ്ടേ എന്ന് പറയണം കേട്ടോ. അതേസമയം ലേഖയും മഹാലക്ഷ്മിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവാണ്. പുറത്ത് നിൽക്കുന്നത് ശത്രുക്കളല്ലേ എന്ന് മഹാലക്ഷ്മി പറയുകയാണ് കേട്ടോ. കണ്ണേട്ടനും നൂലുകെട്ട് കഴിഞ്ഞാൽ മോളെ കൊണ്ടുപോവില്ലേ? ഇല്ല എന്ന് പറയുക, എന്നാലും അധികം നാളുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. ആ സമയത്ത് തന്നെ സ്വരം മാറുകയാണ് കേട്ടോ ലേഖയുടെ. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി വന്ന് പറയും, ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, നോക്കുന്നതെല്ലാം ലേഖയാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയും, അതിനെന്താ, മോൾക്ക് 2 അമ്മമാരുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇനി നിങ്ങൾ പോകുന്നുണ്ടോ ചോദിക്കും. പോകുന്നുണ്ട് എന്ന് ആനന്ദ് പറയണം. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ലേഖയെ ഞാൻ ആശ്വസിപ്പിക്കണം, അതേപോലെ തന്നെ ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. പെട്ടെന്ന് മഹി ചോദിക്കുകയാണ്, നാളെ അമ്മയെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൊണ്ടുവരണം എന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ലേഖ പറയണം, വേണ്ട, അവരെയൊന്നും കൊണ്ടുവരണ്ട, ഈ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെല്ലാം ശത്രുക്കളാണ് എന്ന് പറയും. എന്താ ലേഖ, അമ്മ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, അമ്മ ഒരുപാട് മാറി എന്ന് കണ്ണൻ പറയണം കേട്ടോ. അതിനുശേഷം എന്തായാലും ശരി, നിങ്ങളിനി എങ്ങോട്ട് പോകണ്ട, എൻ്റെ കൂടെ വല്ല ബിസിനസ്സും ചെയ്യടാ, ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് കണ്ണൻ പറയുകയാണ് കേട്ടോ. അതേസമയം അനന്ത് പറയുന്നത്, ഇല്ല, ഞങ്ങൾ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് മോഹിനി ഇങ്ങനെ വിളക്കുകളൊക്കെ തുടച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കരുണ അങ്ങനെ ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നത് കണ്ണൻ വന്ന് കരുണയോടും ഉണ്ണിയോടും പറയുന്നുണ്ട്, നിങ്ങൾ മാറി താമസിക്കണം, അല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം നൂല് കെട്ട് കഴിഞ്ഞ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത് എന്ന് കണ്ണ അവരോട് ഉപദേശിക്കുകയാണ് കേട്ടോ. പക്ഷേ അവരുടെ ഉപദേശം കേട്ടിട്ടൊന്നും കരുണയും ഉണ്ണിയും നിൽക്കുന്നില്ല. അവർ പുതിയ പദ്ധതികളുമായിട്ടാണ് നിൽക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.